Hello, welcome back to my new vlog. ഈ സൈഡിൽ കൂടെ പോയിട്ടുള്ളൂ. ഓക്കെ, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് മുതൽ ഇറ്റ്സ് ഗോണ ബി ജസ്റ്റ് 10 days, 10 ഇല്ല 9 days മോർ ബിഫോർ. ഇനി ഒരു 9 ദിവസം കൂടി ഉള്ളു ഞങ്ങൾ ഇവിടെ ഇൻ ഖത്തർ. പിന്നെ ബാക്ക് ടു ജർമ്മനിയാണ് അത് കഴിഞ്ഞിട്ട്. സോ ഐ വോണ്ട് ടു റെക്കോർഡ് എൻ്റെ മിക്ക നല്ല ദിവസങ്ങളും ഞാൻ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്, വ്ളോഗായിട്ട് ഇടാറുണ്ട്. അപ്പോൾ ഇനിയുള്ള ലാസ്റ്റ് 9 days ഐ വോണ്ട് ടു ഫിൽം ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് സോ ഐ ആം ഡൂയിങ് ലൈക്ക് ഐ വോണ്ട് ടു ഡൂ ദിസ് ലാസ്റ്റ് 9 days. ഇനി പോകുന്ന വരെയുള്ള 9 days വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. സോ ഇന്നൊരു നോർമൽ ഡേ ആണ്. നമുക്ക് വേറെ പുറത്തൊന്നും പോകാനുള്ള പ്ലാൻസ് ഒന്നും ഇല്ല. ആക്ച്വലി ഞങ്ങൾ ഇന്നലെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പുറത്ത് പോകാൻ ആസ് ഓഫ് നൗ ഒരു പ്ലാനും ഇല്ല. ഇപ്പോൾ ഇവിടെ ഉച്ചയാവാറായി, ലഞ്ച് ടൈം ആവാറായി. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഉപ്മാവായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക്. അമ്മ ഇങ്ങനെ എന്തോ ഉണ്ടാക്കുന്നുണ്ട് ലഞ്ചിന്. അമ്മ ഇന്ന് എന്താ മറ്റേ പ്രോൺസ് ബിരിയാണിയാണോ? ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ റോസ്റ്റും ഉണ്ട്, പിന്നെ ചെമ്മീൻ ബിരിയാണി ഉണ്ട്. പല വിഭവങ്ങളാണ്. ഞങ്ങൾക്ക് ഇന്നലെ നമ്മുടെ നാജിലിൻ്റെ ഫാമിലി ഞങ്ങൾക്ക് പ്രോൺസ് ബിരിയാണി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് ഉണ്ട് ഇന്നത്തെ ലഞ്ചായിട്ട്. അപ്പോൾ പിന്നെ അതുകൂടാതെ അമ്മ കുറച്ച് ചിക്കനൊക്കെ എന്തോ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ചിക്കൻ ഇതാ അമ്മ ഇതാ ചിക്കൻ റോസ്റ്റ്. ഇനിയുള്ള 9 ദിവസം എല്ലാ റോസ്റ്റും ഞാൻ കഴിക്കാൻ റെഡിയാണ്. അപ്പോൾ ഇനി അങ്ങനെ ഞങ്ങളിന്ന് വൈകുന്നേരം പുറത്തൊക്കെ പ്ലാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണിക്കാം. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ചിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സൊക്കെ കഴിക്കും. കാരണം വെറുതെ ഇരിക്കുകയാണല്ലോ, വിശക്കും. അപ്പോൾ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും. അപ്പോൾ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പപ്പ നോർമലി ഒരു ലഞ്ച് ടൈം, പപ്പ ലഞ്ച് കഴിക്കുന്ന ടൈമിലൊക്കെ ഒന്ന് ഞങ്ങളെ വിളിക്കും. അപ്പം ഞങ്ങളും കഴിക്കുമായിരിക്കും. അപ്പോൾ ഒരുമിച്ച് ഞങ്ങൾ വെച്ചിട്ട് ഇരുന്ന് കഴിക്കും. നമ്മുടെ പ്രോൺസ് ബിരിയാണിയൊക്കെ ചൂടായിട്ടുണ്ട്. അമ്മ വേറെ ചിക്കൻ ചിക്കൻ ചോറ് വാർക്കുവാ എൻ്റെ അമ്മ. എൻ്റെ പൊന്നുമോള് ആരാണതിൻ്റെ? എൻ്റെ പൊന്നുമോളാ. ഭയങ്കര സണ്ണി ഡേ ആണ്. ആസ് യൂഷ്വൽ ഇറ്റ്സ് ഓൾവേസ് സണ്ണി ഹിയർ. അപ്പം ഞാൻ കുറച്ച് വൈറ്റമിൻ ഡി എടുക്കട്ടെ. എനിക്ക് ഭയങ്കര ഡെഫിഷ്യൻ്റാണ്. ഞാൻ വെയിലത്ത് നിന്ന് കുറച്ച് വൈറ്റമിൻ ഡി ഒക്കെ കൊള്ളട്ടെ. എനിക്ക് ഈ വട്ടം ഞാൻ നാട്ടിൽ പോയിട്ട് എൻ്റെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ വൈറ്റമിൻ ഡി ആക്ച്വലി നോർമൽ റേഞ്ച് 30 to എത്രയാണ് 30 മിനിമം റേഞ്ച് വേണ്ടത്. പക്ഷെ എനിക്ക് വെറും 8 ഉള്ളൂ, ഓൺലി 8. സോ ഐ എം വെരി മച്ച് ഡെഫിഷ്യൻറ്റ് ഇൻ വൈറ്റമിൻ ഡി. അത് ഈ യൂറോപ്യൻ കൺട്രീസിലും ഈ കോൾഡ് കൺട്രീസിലൊക്കെ എല്ലാവരും പോയി നിൽക്കുന്ന എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ സപ്ലിമെൻറ്റ്സ് കഴിക്കണം. ഞാനത് മറന്നു പോകും. ഞാൻ സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ എപ്പോഴും മറന്നു. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ കഴിക്കും, പിന്നെ നെക്സ്റ്റ് വീക്ക് വീണ്ടും കഴിക്കണം. ഓരോ വീക്ക്ലി ഒരു സപ്ലിമെൻറ്റ്, അങ്ങനെയാണ് വൈറ്റമിൻ ഡി ടാബ്ലറ്റ് എടുക്കേണ്ടത്. അപ്പം ഞാനത് മറന്നു. ഒരാഴ്ച എടുത്താൽ നെക്സ്റ്റ് ആഴ്ച എടുക്കാൻ ഞാൻ മറന്നു. അതുകൊണ്ട് അങ്ങനെ സപ്ലിമെൻറ്റ്സും കറക്റ്റായിട്ട് എടുക്കാറില്ലായിരുന്നു. പിന്നെ വെയിലാണെങ്കിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഡെഫിഷ്യൻ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെയർ ലോസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, എൻ്റെ മുടിയൊക്കെ ഇവിടേക്ക് കുറേ പോയിട്ടുണ്ട്. സോ അതൊക്കെ ഇനി ഹെയറൊക്കെ ഇനി റീഗ്രോ ചെയ്യണം. അതിനുള്ള കുറച്ച് സീറംസും ഹെയർ ഗ്രോത്ത് സീറംസൊക്കെ ഞാൻ നാട്ടിൽ പോയപ്പം ആമസോണിൽ ഓർഡർ ചെയ്തിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇനി ജർമ്മനി പോയി കഴിഞ്ഞാൽ എൻ്റെ ഫുൾ ഹെയർ കെയറിലേക്കായിരിക്കും ഞാൻ എൻ്റെ ഫോക്കസ് കൂടുതൽ
ഇതാക്കുന്നത്. കാരണം നല്ല രീതിക്ക് നല്ല ഡെൻസിറ്റി ഉള്ള ഹെയർ ആയിരുന്നു പണ്ട് ചൈൽഡ്ഹുഡിൽ എന്ന് വെച്ചാൽ നമ്മൾ സ്കൂൾ ഡേയ്സ് വരെയും നമ്മൾ വീട് വിട്ട് നിൽക്കുന്ന ആ ടൈം വരെയും എനിക്ക് നല്ല ഹെയർ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡിഗ്രിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് മാറി വേറെ ഒരു സിറ്റിയിലായിരുന്നു. പിന്നെ വീണ്ടും PG ചെയ്യുമ്പോൾ വീണ്ടും ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറി. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്ത് മാറി മാറി വെള്ളം മാറിയതിൻ്റെയൊക്കെ ആയിരിക്കാം എൻ്റെ ഹെയറിൽ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി കുറച്ച് ഹെയർ കെയർ ആകാം. ഹെയർ കെയർ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഹെയറിന് മാത്രമല്ലായിരിക്കും കെയർ ചെയ്യുന്നത്, നമ്മൾ ഫുൾ ബോഡി കെയർ ചെയ്താലേ നമ്മുടെ ഹെയറിന് അത് എഫക്റ്റ് ആവുള്ളൂ. സോ ഹെയർ കെയർ എന്നുള്ള പേരിൽ നമ്മൾ ഫുൾ ബോഡീനെ നമ്മൾ കെയർ ചെയ്യാൻ പോവുകയാണ് ഇൻറ്റേർണലി. അപ്പം അത് ഇനി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ അതൊരു ബ്രേക്ക് ആവും. അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് ഇനി ജർമ്മനിയൊക്കെ എത്തിയിട്ടൊന്ന് സെറ്റിലായിട്ട് പുതിയ റൂമൊക്കെ പോയിട്ടൊന്ന് സെറ്റിലായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. സോ മമ്മിജി പ്രോൺസ് ബിരിയാണിക്ക് നല്ലൊരു മണം കിട്ടുന്നുണ്ട്. പൈനാപ്പിൾ എസെൻസിൻ്റെ നല്ലൊരു മണം നന്നായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ബാവുണ്ണിക്ക് ഒരു സുഖമില്ലാത്ത ദിവസമാണ്. ഗ്രംപി ഉണ്ണി, ഗ്രംപി ബെന്നി. അപ്പം ഞാനും അമ്മയും കൂടി കഴിക്കാൻ പോകണം. എന്താടാ നീ നടക്കണത്? എന്താ വയറുവേദനിക്കുന്നുണ്ടല്ലേ? സാരില്ലേടാ, ഇപ്പൊ കുറവില്ലേ? ഒരാളിവിടെ പളിങ്ങി കിടക്കുന്നുണ്ട്. മമ്മി പരിപ്പ് വട അല്ല, ഉഴുന്നുവട, പഴംപൊരി. നമുക്ക് വേണ്ടത് ഇന്ന് എന്തുണ്ടാക്കി തരണം അതൊക്കെ ഞാൻ കഴിക്കും. അമ്മയ്ക്ക് ഇന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഉണ്ടാക്കി തരാം. പഴംപൊരി അല്ല, ഉഴുന്നുവടയുടെ ഈസി മെത്തേഡ് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് അമ്മ. നാളെ ഉഴുന്നുവട രാവിലെ ഉണ്ടാക്കാം. നാളെ നമുക്ക് രാവിലെ എന്റെ ടർക്കിഷ് എഗ്സ് ആണ് നാളെ. അത് മറ്റന്നാ മതി, വെള്ളിയാഴ്ച. എനിക്ക് വീട്ടിൽ പോകണം. എനിക്ക് വീട്ടിൽ മമ്മി, ഓ മൈ ഗോഡ്, പഴംപൊരി. മമ്മി പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓ മൈ ഗോഡ്, എണ്ണ തെറിക്കുന്നുണ്ട് ചെറുതായിട്ട്. എത്ര നാളുകൾക്ക് ശേഷം ആടാ പഴംപൊരി. ഭാവി ഇവിടെ ഇല്ല, സോ ഫുൾ പഴംപൊരി എനിക്ക്. ഭാവി പല്ല് ഡോക്ടറുടെ അടുത്തേക്ക് പോയിരിക്കുക, ഡെന്റിസ്റ്റിൻ്റെ അടുത്തേക്ക്. സോ അവൾ വരുമ്പോഴത്തേനും നമ്മൾ പഴംപൊരിയൊക്കെ സെറ്റാക്കിയിട്ട് പകുതി നല്ല ചൂടോടെ ഉള്ളതൊക്കെ ഞാൻ കഴിക്കും. ഇതേ വിളിക്കുന്നു ആരും. പപ്പയാണ് ഇപ്പോൾ വിളിച്ചത്. പപ്പ വിളിച്ചിട്ട് എന്നോട് അമ്മയോട് റെഡി ആയിട്ട് നിൽക്കാനാണ് പറഞ്ഞത്. പപ്പ ഓഫീസിൽ നിന്ന് ഇറങ്ങി. സോ നമ്മളിന്ന് ഫിഷൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ്. ഇവരുടെ ഫേവറേറ്റ് സൂപ്പർ മാർക്കറ്റാണ്, പാരീസ് സൂപ്പർ മാർക്കറ്റ് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. കോമഡിയാണ് എന്നാലും. അപ്പം നമ്മൾ അവിടെ ഫിഷ് മേടിക്കാൻ പോവുകയാണ്. അപ്പം ആക്ച്വലി ഭാവ്യ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് ആണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ അവളെ പിക്ക് ചെയ്യും നമ്മൾ പോണ വഴിക്ക്, അവളുടെ കഴിയുകയാണെങ്കിൽ. അല്ലെങ്കിൽ അവൾ വന്നിട്ട് ഇപ്പം അവളെയും കൂടി വിളിക്കണം. അവൾ കഴിഞ്ഞെങ്കിൽ അവൾ വന്നിട്ട് പോവും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ റെഡി ആയിട്ട് നിൽക്കും, എന്നിട്ട് പോണ വഴിക്ക് അവളെ പിക്ക് ചെയ്യും. ഇതാണ് പ്ലാൻ. ആ പഴംപൊരി ആര് കഴിക്കും? പഴംപൊരി മമ്മി. ഇതാ 3 എണ്ണം അവിടെ റെഡി ആയിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ എടുക്കും. ടിഷ്യൂ പേപ്പർ ഓക്കെ. ചൂടുണ്ട്. ബട്ട് മമ്മീസ് പഴംപൊരി ഈസ് ഓൾവേസ് മൈ ഫേവറേറ്റ്.
ഞാൻ അങ്ങനെ പുറത്തുനിന്ന് ഈ ബജ്ജി കടകളൊക്കെ ഇല്ലേ നാട്ടിൽ, അവിടുന്ന് പോയാലും ഞാൻ അങ്ങനെ ഈ പഴംപൊരി മാത്രം ഞാൻ എനിക്ക് വേണ്ടി കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്യാറില്ല. കാരണം എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന പഴംപൊരി ഏറ്റവും ഇഷ്ടം. ഇങ്ങനെ മാവ് അത്ര തിക്കായിട്ടില്ല, എന്നാൽ പഴം ഭയങ്കരമായിട്ടുണ്ട്. തിക്കല്ല, പക്ഷെ നമ്മുടെ മാവ് നല്ല ക്രിസ്പി ആയിരിക്കും. ആ ഈ പഴംപൊരി കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേഗം റെഡി ആവാൻ പോവാണ്. മിസ്റ്റർ പാപ്പ ഞങ്ങൾ ഇറങ്ങുകയാണ് മെല്ലെ. ഭാര്യ ഓൾറെഡി അവിടെ അവളെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവും. സോ വി വിൽ ഗോ ദേർ ആൻഡ് വിൽ മീറ്റ്. വരൂ, താങ്കൾ ലേറ്റ് ആക്കുന്നു. തുറക്കൂ. ഇവിടെ ഏറ്റവും ചീപ്പാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആളുകൾ ഓടി വരുന്നത്. ആളുകൾ മോനു വാടാ. എന്താ നീ കുണുങ്ങി വരുന്നത്? തേങ്ങ എടുക്കട്ടെ. ഏട്ടാ മീൻ, പുതിയാപ്പിളക്കോര, കരിമ്പക്കോര, അതിനുണ്ട്. ഹായ് നല്ല ഭംഗിയുള്ള ചേട്ടൻ. പണിയെടുക്കണ പോലെ അഭിനയിക്കുന്നത് കണ്ടോ ചേച്ചി? വ്ളോഗർ ചേച്ചി അഭിനയിക്കുന്നു. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇതേ വെയിറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് നമ്മളൊരു സാധനം മേടിച്ചില്ല എന്ന് മനസ്സിലാക്കിയത്. നമ്മൾ മുട്ട മേടിക്കാൻ മറന്നുപോയി, കോഴിമുട്ട. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പപ്പേനെ വിട്ടിട്ടുണ്ട്. നമ്മൾ കാറിൻ്റെ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓ, അവിടെ അമ്മയും മോള് സ്നേഹം. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യണം. ബോറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നിങ്ങളായിട്ട് സംസാരിച്ച് നിൽക്കാം. പാവം ഞാൻ. ഇതാരാന്ന് ചോദിച്ചാൽ ഇതെൻ്റെ MBAയിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ബാച്ച്മേറ്റാണ്, എൻ്റെ ഫ്രണ്ടാണ്. അവന് വളരെ യാദൃശികമായി കണ്ടുമുട്ടിയതാണ്. നമ്മൾ തുർക്കിഷ് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് എന്താണ് ബാർബിക്യൂ ചിക്കൻ മേടിക്കാൻ പോവുകയാണ്. ബാർബിക്യൂ ചിക്കൻ ഇവിടുത്തെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങളിപ്പോൾ നേരത്തെ എൻ്റെ കോളേജ് ഫ്രണ്ടിനെ യാദർശികമായി മീറ്റ് ചെയ്തു. ഞങ്ങൾ അങ്ങോട്ട് പോവുമായിരുന്നു, അവൻ ഇങ്ങോട്ട് വരുമായിരുന്നു. എന്തോ ഭാഗത്തിന് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അവനും എന്തോ ഭാഗത്തിന് എന്നെ നോക്കി. ഞങ്ങൾ ടാറ്റ കാണിച്ചു. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ വളരെ കോയിൻസിഡൻഷ്യൽ ആയിട്ട് കണ്ടതാ. കാരണം ഓൾറെഡി ഞാൻ ഇവിടെ വന്നപ്പോൾ അവനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് മീറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് വളരെ കോയിൻസിഡന്റലി നമ്മൾ കണ്ടു അവിടെ. അതാണ് നേരത്തെ അവനായിട്ട് കുറച്ചു നേരം സംസാരിച്ചു, കുറച്ചധികം നേരം നമ്മൾ സംസാരിച്ചു. പിന്നെ പപ്പേനായിട്ട് സംസാരിച്ചു, എല്ലാവരായിട്ട് സംസാരിച്ചു. എന്നിട്ട് ഞങ്ങളൊക്കെ ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്തു. പക്ഷെ ഇന്ന് നമ്മൾ അതിന് പ്രിപ്പയർഡ് ആയിട്ടില്ലാത്തതുകൊണ്ട് വേറൊരു ദിവസം നമുക്ക് മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ആളൊരു ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിവിടെ ഒരു തുർക്കിഷ് റെസ്റ്റോറൻറ്റിന് ടേക്ക് അവേ എടുത്തിട്ട് വീട്ടിൽ പോയിട്ട് സാപ്പിടും. ഞാൻ ഒരിക്കലും ചിന്നുവിന്റെ വീഡിയോ കാണുമ്പോഴാണ് ചിന്നു ഇതൊക്കെ എടുത്ത് സെറ്റ് ആക്കിയിരിക്കുന്നു. ഇവിടേക്ക് എടുക്കണില്ല. ഞങ്ങൾ അങ്ങനെ വീട്ടിലൊക്കെ എത്തി. ഡ്രസ്സ് ജസ്റ്റ് മാറണം. പപ്പ അതേ റെഡിയായി, ഇതേ വരുന്നു. പപ്പ ചിരിക്കും. പപ്പ
ആടാ ഇതെന്താ ഇവിടെ? ഓക്കെ, ഞങ്ങൾ ഇനി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. എന്നിട്ട് നമുക്ക് ഡിന്നർ കാണിച്ചു തരാം. നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഭാഗ്യേ പോളിങ് തുടങ്ങിയെന്ന്. സോ ഫാസ്റ്റാ. വിചാരിച്ച അത്ര ഒരു ബാഡല്ല. ഫുഡ് കഴിച്ച് നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ്. അല്ല അമ്മ, ഇനി ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ ഇനി നാളെ കാണാം.